പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലും ചുമതലക്കാരായി ത്രിതല പഞ്ചായത്തുകളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ കൗതുകമുണ്ടാക്കുന്ന പല സംഗതികളും കാണാനുണ്ട്. LDFനാണ് കൂടുതൽ അധികാര പദവികളും വോട്ടെടുപ്പിലൂടെ കിട്ടിയത്. നറുക്കെടുപ്പ് പക്ഷേ ചിലയിടത്ത് UDFന് തുണയായി. വയനാട് ജില്ലാ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ UDFന് അധികാരം കിട്ടിയതാണ് ഇതിലെ പ്രധാനപ്പെട്ട വലിയ ഒന്ന്, അവരുടെ നേട്ടം. കൗതുകമുണ്ടാക്കുന്ന മറ്റൊരു കാര്യം, കിട്ടിയ അധികാരം ഇടതുപക്ഷം പലയിടത്തും വേണ്ടെന്ന് വെച്ചതാണ്. BJP, UDF, SDPI തുടങ്ങിയ രാഷ്ട്രീയ എതിരാളികൾ പല കാരണങ്ങളാൽ പിന്തുണച്ചതുകൊണ്ട് കിട്ടിയ പ്രസിഡന്റ് പദവികളാണ് അവർ രാജിവെച്ചത്. അതേസമയം ഇത് BJPക്കാണ് ഗുണം ചെയ്തത് എന്നും CPMന്റെ തെറ്റായ നീക്കമാണ് ഇത് എന്നും UDF വിമർശിക്കുന്നുണ്ട്. ഒപ്പം BJP പിന്തുണയോടെ റാന്നിയിൽ കിട്ടിയ പദവി LDF പ്രസിഡന്റ് രാജിവെച്ചിട്ടില്ല എന്ന കാര്യവും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് താഴെത്തട്ടിലെ രാഷ്ട്രീയ ധാർമ്മികത? ഈ നീക്കങ്ങളുടെ ശരിതെറ്റുകൾ എന്താണ്? ത്രിതല പഞ്ചായത്ത് ഭരണസ്ഥാപനങ്ങളിലേക്ക് അധികാര പദവിയിലേക്ക് ആളുകൾ എത്തുമ്പോൾ നമ്മൾ കാണുന്ന രാഷ്ട്രീയ ചിത്രം എന്താണ്? ഇക്കാര്യത്തിലാണ് നമ്മുടെ ചർച്ച. സ്വാഗതം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, CPM നേതാവ്, തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോൺഗ്രസ് നേതാവ്, ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ എ സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, കോഴിക്കോട് നിന്നും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവ് ശ്രീ സ്റ്റീഫൻ ജോർജ്, അദ്ദേഹത്തിൻ്റെ ഇടത്തു നിന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇവിടെ 14-ൽ 11 ജില്ലാ പഞ്ചായത്തുകളിലും LDFന് അധികാര പദവി കിട്ടി. ഏതാണ്ട് എല്ലായിടത്തും, നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന പോലെ എല്ലായിടത്തും കൂടുതലിടങ്ങളിലും സംസ്ഥാനത്താകെ CPMനാണ്, ഇടതുപക്ഷത്തിനാണ് നേട്ടമുണ്ടായിട്ടുള്ളത്. പൊതുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ധാർമ്മികമായിട്ട്, രാഷ്ട്രീയമായിട്ട് നല്ല നേട്ടമുണ്ടാക്കുന്ന നിലക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യാൻ LDFന് സാധിച്ചുവോ? തീർച്ചയായും LDF ജനങ്ങളോട് നൽകിയ വാഗ്ദാനം അപ്പടി പാലിക്കും. വികസന കാര്യത്തിനും ക്ഷേമകാര്യത്തിനും മാത്രമല്ല, വർഗീയ ശക്തികളുമായ യാതൊരുവിധ സന്ധിയും ഉണ്ടാവില്ല, കൂട്ടുകെട്ടുണ്ടാവില്ല. അല്ലാതെ മതേതര ശക്തികളുമായി, ഇടതുപക്ഷ പാർട്ടികളുമായിട്ടുള്ള മുന്നണിയായിരിക്കും തെരഞ്ഞെടുപ്പ് മത്സരിക്കുക. ആ മുന്നണിക്ക് ജനങ്ങൾ വോട്ട് നൽകണമെന്നായിരുന്നു അഭ്യർത്ഥിച്ചത്. അതനുസരിച്ച് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം എല്ലാ മേഖലകളിലും കിട്ടിയിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ മേഖലയിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലെല്ലാം ലഭ്യമായിട്ടുണ്ട്. ജനങ്ങൾ ഞങ്ങളുടെ നയത്തിന്, നിലപാടിന് നൽകിയ ഒരു അംഗീകാരമാണ്. അതിനെ ടോർപ്പിഡോ ചെയ്യാൻ ഏതെങ്കിലും പ്രദേശത്ത് പ്രാദേശികമായ ആരെങ്കിലും ശ്രമിച്ചാലും ഞങ്ങളത് അനുവദിക്കുകയില്ല. അതാണ് SDPIയുടെയോ വെൽഫെയർ പാർട്ടിയുടെയോ BJPയുടെയോ പിന്തുണയോട് കൂടി, എന്തിന് കോൺഗ്രസിൻ്റെ അടക്കം പിന്തുണയോട് കൂടി എവിടെയെങ്കിലും അധികാരത്തിൽ വന്നിട്ട് അധികാരമേൽക്കേണ്ടി വന്നിട്ടുള്ളതുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം തലസ്ഥാനങ്ങൾ രാജിവെക്കാൻ അപ്പോൾ തന്നെ നിർദ്ദേശം കൊടുക്കുകയും CPM പഞ്ചായത്ത് പ്രസിഡന്റുമാരോ മുനിസിപ്പൽ ചെയർമാനോ ഏതെങ്കിലും സ്ഥാനത്ത് എത്തിയിട്ടുള്ളവർ ആ സ്ഥാനങ്ങൾ രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറയുകയുണ്ടായി റാന്നിയിൽ ഞങ്ങളുടെ ഘടകകക്ഷി കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രസിഡന്റാണ് വന്നത്. അവിടെ ഇതേപോലെ പ്രസിഡന്റ് ആക്കുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ വെറുക്കപ്പെട്ട പാടില്ലെന്ന് പറഞ്ഞ ഒരു കക്ഷിയുടെ പിന്തുണ വാങ്ങിയിട്ടുണ്ട്. ആ പിന്തുണ ഉള്ളതുകൊണ്ട് രാജിവെക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജിവെക്കും. അത് ഞങ്ങളുടെ CPMൻ്റെ പ്രസിഡൻ്റല്ല, കേരള കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ്. അവർ മുന്നണിയുടെ തീരുമാനം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, യഥാർത്ഥത്തിൽ പക്ഷേ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഈ നിലക്കൊരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് പ്രാദേശികമായിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണല്ലോ രാഷ്ട്രീയ സംഗതികളെക്കാൾ പ്രധാനമായിട്ട് ഈ ത്രിതല പഞ്ചായത്ത് ഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാവുക. അതിൽ തന്നെ പ്രത്യേകിച്ചും ഈ പഞ്ചായത്തുകളിൽ എല്ലാവരും നല്ല ഐക്യത്തോടെ ചേർന്ന് നിന്നങ്ങ് ഭരിച്ചു പോവുക എന്ന നിലപാട് സ്വീകരിച്ചാൽ എന്താണ് കുഴപ്പം? അതായത് അവിടെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മുന്നോട്ട് പോകാനുമായിട്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കാം എന്നൊരു ധാരണയിലാണ് BJPയും SDPIയും UDFും എല്ലാം രാഷ്ട്രീയം മറന്നുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതെങ്കിൽ, അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടെങ്കിൽ അത് നിഷേധിച്ച് കളയുന്നത് ശരിയായിരിക്കുമോ? അതുതന്നെയാണോ യഥാർത്ഥത്തിലുള്ള ധാർമ്മികത? അല്ല, ധാർമ്മികത എന്ന് പറയുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും പ്രതിപക്ഷത്തിരിക്കുന്നവരുമായി സഹകരിച്ചുകൊണ്ട് ജയിച്ചു വന്ന വികസനത്തിൻ്റെ കാര്യത്തിൽ, നാടിൻ്റെ നന്മ ചെയ്യുന്ന കാര്യത്തിൽ സഹകരിക്കുന്നവരെയൊക്കെ സഹകരിപ്പിച്ച് പ്രതിപക്ഷത്തിരിക്കുന്നവരെയും സഹകരിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ മുമ്പോട്ട് പോവുകയുള്ളൂ. അവർ പ്രതിപക്ഷത്തിരിക്കുന്നത് തോറ്റുപോയവരാണ്. അതുകൊണ്ട് അവരുടെ പാട്ടിലൊന്നും ചെയ്യേണ്ടതില്ല,
അവർ സഹകരിപ്പിക്കേണ്ടതില്ല എന്ന കാഴ്ചപ്പാടേ ഇല്ല. അതുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിന് വികസന പ്രവർത്തനങ്ങളിൽ ഇക്കാര്യത്തിൽ എല്ലാവരെയും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സഹകരിപ്പിച്ച് വേണം എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പം ഞങ്ങൾ എല്ലായിടത്തും ജയിച്ചിട്ടില്ല. UDF ജയിച്ചെടുത്തായാലും BJP ജയിച്ചെടുത്തായാലും അങ്ങനെ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞ കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലല്ലോ. BJPയും കോൺഗ്രസും കൂടെ ചേർന്നാൽ ഞങ്ങൾക്ക് ഭരിക്കാനൊക്കുമായിരുന്നില്ല. പക്ഷേ നമ്മുടെ കൗൺസിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ BJPയും കോൺഗ്രസും അടക്കം സഹകരിക്കുകയുണ്ടായി വികസനത്തിൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ ഒരു സമീപനമായിരിക്കണം ഇപ്പോഴും എടുക്കേണ്ടതെന്നുള്ള കാര്യം തർക്കമില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം എന്തിനാണ് ഇതിനകത്ത് അതിന് പ്രാമുഖ്യം കൊടുക്കുന്നത്? അത് അതിപ്രധാനമാണ്. കാരണം ഇതൊരു സെമി ഫൈനലായിരുന്നു എന്ന് നിങ്ങളെല്ലാം പറഞ്ഞല്ലോ. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഫൈനൽ വരികയാണ്. ആ ഫൈനൽ വരുമ്പോൾ കേരളവും ഇന്ത്യയും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മതന്യൂനപക്ഷങ്ങൾ ഉയർത്തുന്ന അവരുടെ പേരിൽ ഉയർത്തുന്ന തീവ്രവാദം. ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ഒരു വശത്ത്, അപ്പുറത്താണെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറഞ്ഞ BJP അവരും സംഘപരിവാർ ശക്തികളും മറുവശത്ത് ഇങ്ങനെ രാജ്യത്തെ വെട്ടിമുറിക്കാൻ നിൽക്കുന്ന മതത്തിൻ്റെ ജാതിയുടെ ഒക്കെ പേരിൽ വെട്ടിമുറിക്കാൻ നിൽക്കുന്ന ശക്തികൾക്ക് ശക്തി പകരുന്ന ഒരു തീരുമാനമേ എടുക്കാൻ പാടില്ല. വികസനം നടക്കണമെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ, ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മാത്രമേ ഇതെല്ലാം കൈവരിക്കാൻ കഴിയൂ. അതിന് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തന്ത്രം സ്വീകരിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അവരെ കൂട്ടുപിടിക്കുന്നത് ഈ പറയുന്ന ലക്ഷ്യം നേടാൻ തടസ്സമായി വരും, രാജ്യത്തിൻ്റെ പുരോഗതി തടസ്സമായി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ വാശിയേറിയ ഉറച്ച ഒരു നിലപാടെടുക്കാൻ നിർബന്ധമായിരിക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇവിടെ ഇടതുപക്ഷം അതിശക്തമായിട്ടുള്ള ഒരു ധാർമ്മിക നിലപാട് സ്വീകരിച്ചു എന്നാണല്ലോ പറയുന്നത്. പലയിടത്തും അവർക്ക് പ്രസിഡന്റ് ആയിരുന്നിട്ടും അവർക്ക് അനുകൂലമായിട്ട് വോട്ട് വീണിട്ടും അവരത് വേണ്ടെന്ന് വെച്ചു. ആലപ്പുഴയിലാണെങ്കിൽ താങ്കൾക്കറിയാം, തിരുവനന്തപുരത്തിൽ അതാണ് ഉണ്ടായത്. UDF ആണ് വോട്ട് ചെയ്തത്, പക്ഷേ അത് വേണ്ടെന്ന് വെച്ചു, അപ്പോൾ തന്നെ രാജിവെച്ചു. തൃശ്ശൂർ അമണിശ്ശേരിയിലും അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അത് കൃത്യമായ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള അധികാര പദവികളെ ആവശ്യമുള്ളൂ എന്നൊരു ധാർമ്മിക നിലപാടായിട്ടാണ് ശ്രീ ആനന്ദവട്ടമാനന്ദനും CPM-ഉം ഇടതുപക്ഷമാകെ തന്നെയും അതിനെ വിശേഷിപ്പിക്കുന്നത്. അത് അങ്ങനെ തന്നെ സമ്മതിച്ചു കൊടുക്കേണ്ടി വരില്ലേ ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസ്? സനീഷ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അധികാര കൈമാറ്റങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ ധാർമ്മികതയിലൂന്നി വർത്തമാനം പറയാനുള്ള അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ കൃത്യമായി ഞാൻ പറയുന്നു, മാവേലിക്കര ഐക്യ ജനാധിപത്യ മുന്നണിയാണ് അവിടെ ഭരണം പിടിച്ചെടുത്തത്. CPM-ന്റെ LDF-ന്റെ റിബലിനെയാണ് ചെയർമാനാക്കിക്കൊണ്ട് പിടിച്ചെടുത്തത്. മനസ്സിലായില്ലേ? ചങ്ങനാശ്ശേരിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം പിടിക്കുമ്പോൾ അവിടുത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ടാണ് പിടിച്ചത്. കോട്ടയത്ത് ഞങ്ങൾ ഭരണം പിടിച്ചത് കോൺഗ്രസ് റിബലിനെ വെച്ചിട്ടാണ്. ഞാൻ ഈ പറയുന്നത് LDF-ന്റെ കാര്യമല്ല പറയുന്നത്. അതേ സ്ഥാനത്ത് ആ കോൺഗ്രസ് റിബലിന് 15 ലക്ഷം രൂപയും 5 വർഷത്തെ സ്ഥിരം ചെയർമാൻഷിപ്പും ഓഫർ ചെയ്ത പാർട്ടിയുടെ പ്രതിനിധിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ആനന്ദൻ. ഞാൻ ഈ പറയുന്ന ആരോപണം ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് പറയുന്നത്. ആ പെൺകുട്ടി എന്തുകൊണ്ട് പണത്തിന് വീണില്ല എന്ന് ചോദിച്ചാൽ അവർ അടിസ്ഥാനപരമായി കോൺഗ്രസ് ആയതുകൊണ്ടാണ്. കോൺഗ്രസ് വിട്ടൊരു കളിക്ക് പോകില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു കുടുംബത്തിൽ പിറന്നതും കൊണ്ടും അവിടുത്തെ പാർട്ടി ആ റിബലാണെങ്കിൽ പോലും പാർട്ടിയുടെ പ്രാദേശിക വികാരം അവരെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു. ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തെറ്റുപറ്റിയത് കൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ഞാനിത് തുറന്നു പറയുന്നതിന്റെ കാരണം, പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നു, അല്ലെ UDF തകർന്നു, ഇടതുപക്ഷം ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തിയെന്ന് അവകാശപ്പെടുന്നവർ അറിയാൻ പറയുക. കോൺഗ്രസിന്റെ പ്രാദേശിക വികാരമനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ടടുത്ത് ഞങ്ങളുടെ പല നേതാക്കൾക്കും ഞങ്ങളുടെ പാർട്ടി സംവിധാനങ്ങളും പരാജയപ്പെട്ടെടുത്താണ് ഞങ്ങൾ പുറകോട്ട് പോയി എന്ന് ആളുകൾ ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. നമ്മളുമായിട്ടുള്ള വ്യത്യാസം 5 ലക്ഷം 5.5 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് ധ്യാനത്തിലൂടെ മനസ്സിലാക്കണം. 19 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുമ്പോൾ ഞങ്ങൾ 123 അസംബ്ലി മണ്ഡലത്തിൽ ലീഡായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 101 അസംബ്ലി മണ്ഡലത്തിൽ ലീഡാണെന്നാണ് അസംബ്ലി വെച്ച് കണക്കാക്കുമ്പോൾ വരുന്നത്. ഇപ്പൊ നിങ്ങൾ സതീഷ് സൂചിപ്പിച്ചല്ലോ, ഇവരെന്ത് മതനിരപേക്ഷ നിലപാടാണ് CPM-ന് പറയാനുള്ളത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സ്ഥലം തന്നെ ഞാൻ എടുക്കാം. നാട്ടിക നിയോജക മണ്ഡലത്തിൽ പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ ആവണിശ്ശേരി എന്ന് പറയുന്ന പഞ്ചായത്ത്, കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഏകപക്ഷീയമായി BJP എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്ന, കോൺഗ്രസ് പാർട്ടി എതിർക്കുന്ന വർഗീയ സംഘടനയാണല്ലോ BJPയും RSSും എന്ന് പറയുന്നത്. അവർ ഏകപക്ഷീയമായി ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിൽ ഇക്കുറിയെങ്കിലും CPM ഭരിച്ചോട്ടെ, ഞങ്ങൾക്ക് സങ്കടമില്ലെന്ന്. ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും മതനിരപേക്ഷ നിലപാടിന്റെ പേരിൽ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറായി.
നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉജ്ജ്വലമായ വിപ്ലവം ഉണ്ടായിട്ടല്ല തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ CPM കിട്ടിയത്. ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഈ ചർച്ചയിൽ, UDF കാലാകാലങ്ങളിൽ വോട്ട് ചെയ്യുന്ന വലിയൊരു ഭാഗം ആളുകൾ BJP ചെറുക്കുന്നതിന് വേണ്ടി മറിച്ച് വോട്ട് ചെയ്തത് കൊണ്ടുകൂടിയാണ് അവിടെ LDF മേയറെ സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. തിരിച്ച് അതേ പ്രതിബദ്ധത BJP ഒഴിവാക്കാൻ പാലക്കാട് നഗരസഭയിൽ മാർക്സിസ്റ്റ് പാർട്ടി കാണിച്ചില്ല. ഇനി ഇവിടുത്തെ തന്നെ എടുക്കാം. നാട്ടിക ആവണിശ്ശേരി എന്ന് പറയുന്ന പഞ്ചായത്തിൽ CPM കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നു എങ്കിൽ അവിടെ BJP എന്ന് പറയുന്ന വർഗീയ കക്ഷി ഒഴിവാക്കാമായിരുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദിന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ? നിങ്ങൾ മതനിരപേക്ഷ നിലപാടിന്റെ പേരിൽ CPM പൊളിറ്റ് ബ്യൂറോ കേരളം ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനത്തും കോൺഗ്രസ് പാർട്ടിയുടെ സഖ്യമല്ലേ? രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മഹാസഖ്യത്തിന്റെ ഭാഗമല്ലേ? അങ്ങനെ ഒരു യോജിപ്പിന്റെ അന്തരീക്ഷത്തിൽ കേരളത്തിന് പുറത്ത് മുഴുവൻ സ്ഥലത്തും നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ മത്സരിക്കേണ്ടത് ഇവിടുത്തെ കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമാണ് LDF UDF മത്സരം. ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ BJP ഒഴിവാക്കാൻ ചില പ്രാദേശിക നീക്കുപോക്കുകൾക്ക് റിബലുകളെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നവർ, പാർട്ടിയിൽ വിമതരെ തിരിച്ചെടുക്കാൻ തയ്യാറാകുന്നവർ, ആ നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, ഞാൻ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ റിബലിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളുടെ പലരെയും അവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ അത്തരം ധാർമ്മികതയില്ലാത്ത നിലപാടെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് മടിയില്ല എങ്കിൽ ഇവർ പറയുന്ന മതനിരപേക്ഷ നിലപാട് സംശുദ്ധിയുടെ നിലപാടാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം BJP അല്ലെ RSS ഒഴിവാക്കാൻ ഒരു ധാരണയാവരുത്. ചോദ്യമാണല്ലോ അത് പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അത്. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ഞാൻ തിരിച്ചു വരാം. ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസ് താങ്കളിലേക്ക്, ശ്രീ സജീവൻ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ ആ ചോദിക്കുന്നത്. താങ്കൾ തന്നെ പറയുന്നത് പ്രകാരമാണെങ്കിൽ BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തണം, അല്ലെങ്കിൽ BJP രാഷ്ട്രീയം ശരിയല്ലാത്തതുകൊണ്ട് അവരുടെ പിന്തുണ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെയാണല്ലോ ശ്രീ ആനന്ദവട്ടമാനന്ദൻ ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഇപ്പോൾ നമ്മൾ ഈ അവണിശ്ശേരി പഞ്ചായത്ത് ഉദാഹരണമായിട്ട് എടുക്കുക, തൃശ്ശൂരിലെ അവണിശ്ശേരി. അവിടെ BJPക്ക് 6 അംഗങ്ങളുണ്ട്, LDF 5 അംഗങ്ങളുണ്ട്, UDF 3 അംഗങ്ങളുണ്ട്. വോട്ടെടുപ്പ് നടക്കുന്നു. BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താനായിട്ടുള്ള ഒരു നിലപാട് കൊണ്ട് UDF 3 അംഗങ്ങൾ കൃത്യമായിട്ട് LDF വോട്ട് ചെയ്യുന്നു. 5-3 8 ജയിക്കുന്നു LDF. പക്ഷേ LDF സ്ഥാനാർത്ഥി പ്രസിഡന്റ് ഉടൻ AR രാജു രാജിവെക്കുകയാണ്. അതേ തുടർന്ന് BJPക്ക് ആ പഞ്ചായത്തിൽ അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. BJP അധികാരത്തിൽ വരുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല, പക്ഷേ നിങ്ങൾ രണ്ടുപേരും അവരെ അകറ്റി നിർത്തണമെന്ന അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ നല്ല നിലപാട് സ്വീകരിച്ചു, അവർ പറയുന്നത് പോലെ BJP അകറ്റി നിർത്താം എന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്തു. പക്ഷേ നിങ്ങളങ്ങ് പിൻവാങ്ങിക്കളഞ്ഞിട്ട് BJPക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി. അപ്പോഴത് ഈ പറഞ്ഞ ധാർമ്മികത നിലപാടുമായി യോജിക്കുന്നുണ്ടോ ശ്രീ ആനന്ദവട്ടമാനന്ദൻ? നിങ്ങളുടെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടാണോ ഈ ചോദ്യം എന്നോട് ചോദിച്ചത്? മനസ്സിലാക്കിയിട്ടാണെങ്കിൽ കേരളത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ BJP ഗവൺമെൻറ്റിൻ്റെ നയത്തിന് ബദലായ ഒരു നയം നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റാണ്. ആ കേരള ഗവൺമെൻറ് സംരക്ഷിക്കുന്ന സഹായിക്കുന്ന നിലപാടാണോ UDF എടുക്കുന്നത്, കോൺഗ്രസ് എടുക്കുന്നത്? കേരളത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ BJPക്കെതിരായി ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ മറ്റ് മതേതര കക്ഷികളെല്ലാം കൂടി ചേർന്ന് ഇന്ത്യയിൽ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ CPM ഉൾപ്പെടെ എന്തിനാണ് ഞങ്ങളെ എന്തിനാണ് എതിർക്കുന്നത്? കോൺഗ്രസ് നിലപാടെന്താണ്? ഈ ഗവൺമെൻറ്റിനെ BJP ഗവൺമെൻറ്റിനെതിരായി ബദൽ നിലപാട്, ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ തകർക്കാൻ രാവിലെ സുരേന്ദ്രൻ ഒന്ന് പറയുക, ഉച്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല ഒന്ന് പറയുക. ഈ പിന്നിട്ട് 5-6 മാസക്കാലം അവർ നടത്തിയ അളിയനുമായിട്ടോ അനിയനും ചേട്ടനുമായിട്ടോ സഹകരിച്ച് നടത്തിയ പ്രവർത്തനം നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലായിരുന്നോ? നിങ്ങൾക്ക് എന്താ അത് കാണാതെ പോയത്? ഇവിടെ അവർ തകർക്കാൻ ശ്രമിക്കുന്നത് CPM-നെയാണ്. UDF ഒരു പ്രധാന കക്ഷിയാണല്ലോ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി പരസ്യമായി പറഞ്ഞല്ലോ, BJP അല്ല പ്രധാന ശത്രു, CPM ആണ്. CPM-നെ തകർക്കലാണ്, പരാജയപ്പെടുത്തലാണ് വേണ്ടത് എന്ന് പറഞ്ഞത് അനിൽ ബോസും കേട്ടിരിക്കുമല്ലോ. നിങ്ങളതിനെ നിഷേധിച്ചോ? CPM അല്ല പ്രധാന ശത്രു, BJP ആണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. നിങ്ങൾ ഇനി ഇവിടെ പലയിടത്തും കോർപ്പറേഷനിലടക്കം പലയിടത്തും നിങ്ങൾ വോട്ട് ചെയ്തതിന്റെ കണക്ക് നമുക്ക് നാളെ തൊട്ട് എടുത്ത് ചർച്ച ചെയ്യാം. ഞാൻ ഈ പറയുന്നത് താങ്കളുടെ രാഷ്ട്രീയ നിലപാട്, താങ്കളുടെ പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും രാഷ്ട്രീയ നിലപാട് BJPയുടെ പിന്തുണ സ്വീകരിക്കരുത്, BJP രാഷ്ട്രീയമായിട്ട് എതിർക്കപ്പെടേണ്ടതാണ്, അവർക്ക് അനുകൂലമായ നിലയുണ്ടാക്കരുത് എന്നാണല്ലോ. പക്ഷേ നിങ്ങൾ UDF സീറ്റ് വോട്ട് വേണ്ട എന്ന് വെച്ചതിലൂടെ അനുകൂല നിലയുണ്ടായത് BJPക്കല്ലേ എന്ന ചോദ്യമാണ് ശ്രീ അനിൽ ബോസും വെച്ചത്. ഞാനത് തുടർന്ന് ചോദ്യം
അത് ആവർത്തിക്കുകയും ചെയ്തു. അവണിശ്ശേരിയിലും തിരുവനന്തപുരത്തിലും മാത്രം UDF പിന്തുണ വേണ്ടെന്ന് വെച്ചതിലൂടെ BJPക്കാണ് അധികാരം കിട്ടിയത്. അല്ല, കേൾക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ BJPയും കോൺഗ്രസും ഒരേ ത്രാസിൽ തൂങ്ങുന്ന രണ്ട് തട്ടിലും തുല്യം തൂങ്ങുന്ന ശക്തികളായാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഒന്നിനെ വേർപെടുത്തി കോൺഗ്രസിനെ സഹായിക്കാൻ BJP എതിർക്കലോ BJPയെ സഹായിക്കാൻ കോൺഗ്രസിനെ എതിർക്കല്ല. ഞങ്ങളിതിനെ രണ്ടിനെയും എതിർക്കലാണ്. ഇവർ രണ്ടുപേരും ഒരേ നയം നടപ്പാക്കുന്നവരാണ്, ഒരേ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ആ നിലപാടിലും നയത്തിലും മാറ്റം വരുത്താതെ കേരളത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാവില്ല, ചേരാനും സാധിക്കില്ല. മറ്റവരാണെങ്കിൽ ഹിന്ദു തീവ്രവാദം ഉയർത്തിക്കാട്ടുന്നു, ഇവിടെ കോൺഗ്രസ് ആണെങ്കിൽ മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് രണ്ടും ഉണ്ടല്ലോ. ഇത് രണ്ടിനെയും വെച്ചുകൊണ്ട് ആരുടെ കൂടെ ചേരും? രണ്ടിലേതാ നല്ലത്? വെൽഫെയർ പാർട്ടിയോ SDP-യോ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ്. ഒരു നിമിഷം കിട്ടിയില്ല. രണ്ടാമത്തെ ഭാഗം ആരോട് ചേരും? താങ്കൾ ആ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായി. അത് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്ന രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റെത്. പക്ഷേ ഈ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ BJPക്ക് നേട്ടമുണ്ടാകുന്നു എന്നതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്നതായിരുന്നു എനിക്ക് അറിയേണ്ടിയിരുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസ്, വളരെ പെട്ടെന്ന് താങ്കളുടെ ആ പോയിന്റ് ഒന്ന് വെച്ചതിന് ശേഷം എനിക്ക് ശ്രീ സജീവനിലേക്ക് പോകണം. അതായത് തൃശൂർ ജില്ലയിലെ തന്നെ മറ്റൊരു പഞ്ചായത്ത് ഞാൻ പറയാം, തിരുവല്ലാമല പഞ്ചായത്ത്. അവിടെ കോൺഗ്രസിന് 6, BJPക്ക് 6, 4 സീറ്റ് LDF. ഞാൻ ചോദിച്ചോട്ടെ, ഈ ആവണിശ്ശേരിയിൽ BJP ഒഴിവാക്കാൻ നമ്മളെ സഹായിച്ചാൽ തിരിച്ച് ഞങ്ങൾ സഹായിക്കത്തില്ലേ? വർഗീയ മതനിരപേക്ഷ നിലപാട്, വർഗീയതയ്ക്കെതിരായ നിലപാടാണെങ്കിൽ നിങ്ങൾ തൃശൂർ ജില്ലയിൽ തന്നെ മറ്റൊരു പഞ്ചായത്തിൽ പരസ്പരം സഹായകരമായ നിലപാടെടുക്കാമായിരുന്നല്ലോ. BJP എന്ന് പറയുന്ന തീവ്രവാദ സംഘടന എതിർക്കാൻ നിങ്ങൾ പറയുന്നു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം വിമർശനങ്ങൾ ഒരുപോലെ ആയിരിക്കും. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഈ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ആവർത്തിക്കുന്നുണ്ടെങ്കിലും അഡ്വക്കേറ്റ് അനിൽ ബോസ് അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ശരി താങ്കൾ പൂർത്തിയാക്കൂ. അല്ല, എന്റെ ചോദ്യത്തിലുള്ളൂ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ BJP ആവർത്തിച്ച് പറയുന്നത് കോൺഗ്രസും CPM-ഉം തമ്മിൽ അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിൽ അവിശുദ്ധമായിട്ടുള്ള ബന്ധമുണ്ട് എന്നതാണ്. നിങ്ങളെ ഈ മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചായത്തുകളൊക്കെ സഹായിച്ചാൽ സ്വാഭാവികമായിട്ടും BJPയുടെ ആ വാദം നിൽക്കുകയല്ലേ ചെയ്യുക? അല്ല, ഞാൻ ചോദിക്കുന്നത് ഫലത്തിൽ CPM-ന്റെ നിലപാട് കൊണ്ട് ആർക്കാണ് ലാഭം? ഞാൻ ഈ തിരുവല്ലാമല പഞ്ചായത്തിൽ കോൺഗ്രസിന് 6, BJPക്ക് 6 ടോസിലൂടെ BJPക്ക് കിട്ടി. ആ BJPക്ക് കിട്ടുന്ന സാഹചര്യം ഒഴിവാക്കി നിലപാടെടുക്കണ്ടേ? ഞങ്ങൾ ഇതാ വർഗീയ ശക്തികളെ ചെറുക്കാൻ രാജ്യവ്യാപകമായി സഖ്യമുള്ള കക്ഷിയോടൊപ്പം നിൽക്കുന്നു എന്നല്ലേ പറയുന്നത്? അതിലെന്ത് ധാർമ്മികതയുടെ പ്രശ്നം ഇരിക്കുന്നത്? കേരള ബോർഡർ കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് മത്സരിച്ച് MP ആയ ആളുകളുള്ള പാർട്ടിയല്ലേ CPM? ബീഹാറിൽ ഒന്നിച്ച് മത്സരിച്ചവരല്ലേ നമ്മൾ? അങ്ങനെ രാജ്യവ്യാപകമായ ഒരു നിലപാടെടുക്കുമ്പോൾ ഈ പറയുന്നതിൽ എന്താ ശരി? കേരളത്തിൽ LDF UDF മത്സരമാണ്. മുഖ്യധാരയിൽ 1-ാം നമ്പർ ശത്രു LDF-ഉം UDF-ഉമാണ്. അതിന് കേരളത്തിലെ ജനങ്ങൾ സാക്ഷരരാണ്, അവർക്ക് മനസ്സിലാവും കാര്യങ്ങൾ. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ നിങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനത്തില നിങ്ങളുടെ മുൻ മേയർ ശ്രീകുമാർ തോറ്റു, നിങ്ങളുടെ 2 മേയർ സ്ഥാനാർത്ഥികൾ തോറ്റു. ആ തോക്കുമ്പോഴും നിങ്ങൾക്ക് അവിടെ മേൽക്കൈ ഉണ്ടായതിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വലിയൊരു ഭാഗം വോട്ടുകളുടെ ഷിഫ്റ്റിംഗ് ഉണ്ട്. അത് രാഷ്ട്രീയ യാഥാർത്ഥ്യമല്ലേ? അത് കേരളത്തിലെ പൊതുസമൂഹം കൊണ്ട് പച്ചക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ തിരിച്ചു വരാം. ആനന്ദലോട്ടമാനന്ദൻ ചിരിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം അത് സംബന്ധിച്ച് വിശദമായിട്ട് പറയും. അങ്ങനെ ഒരു പ്രശ്നം അവർക്ക് മുന്നിൽ ഉണ്ടെങ്കിലും അങ്ങനെ എന്നാൽ ഞങ്ങളെയൊക്കെ സഹായിച്ചേക്ക്, നമുക്ക് പരസ്പരം സഹകരിച്ചു പോകാം എന്ന നിലപാടിനെ അദ്ദേഹം ചിരിയോടെ വിമർശിക്കും എന്നെനിക്കറിയാം. ഞാൻ താങ്കളിലേക്ക് വസ്തുതകളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അല്ലെ നിങ്ങൾ മഹാസഖ്യം വേണ്ടെന്ന് പറയുന്നു. ഞാൻ വേണ്ട, ഞങ്ങൾ കോൺഗ്രസുമായി ഒരു സഖ്യത്തിനും ഒരു സംസ്ഥാനത്തും ഇല്ലെന്ന് പറഞ്ഞു നിങ്ങൾ. ഞാൻ താങ്കളിലേക്ക് വരാം. പറയട്ടെ, അഖിലേന്ത്യാ കോൺഗ്രസിന്റെ നയമാണോ കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുക? പറയൂ. അഖിലേന്ത്യാ കോൺഗ്രസ് നയം അത് സഖ്യനപ്പുറത്ത്. എന്താ രമേശ് ചെന്നിത്തല പറഞ്ഞത്? വെൽഫെയർ പാർട്ടിയുമായി നിങ്ങൾ ധാരണ ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് അതിന് നിഷേധിച്ചു. പാടില്ല. അപ്പൊ പറഞ്ഞ ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, സഖ്യനപ്പുറത്തുള്ള കാര്യം മാത്രം രാഹുൽ ഗാന്ധിയും മറ്റുള്ളവരും നോക്കിയാൽ മതി, ഇവിടെ തീരുമാനിക്കാൻ ഞങ്ങൾക്കാണ് അവകാശം. നിങ്ങൾക്ക് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു നയം കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കുമോ? വർഗീയ ശക്തികളുമായി തീവ്രവാദ ശക്തികളുമായി ബഹുമാന്യനായ രാഷ്ട്രീയ നേതാവിനോട് എന്റെ ഒരു ചോദ്യം അങ്ങ് പറഞ്ഞ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയിൽ, SDPIയുടെ പിന്തുണയിൽ നിങ്ങളുടെ LC മെമ്പർ പറപ്പൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരുന്നു. താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ശരി, ഞാൻ തിരിച്ചു വരാം. അദ്ദേഹത്തിന് ചോദ്യമുണ്ട്, ഞാനത് ആവർത്തിച്ചു കൊള്ളാം. ഞാൻ ഒന്ന് അദ്ദേഹത്തിലേക്ക് ശ്രീ സജീവനിലേക്ക് പോയി. നിങ്ങളിപ്പോ എവിടെയെങ്കിലും ആലപ്പുഴയിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു പഞ്ചായത്ത്, ഞാൻ അതേസമയം കുറെ പഞ്ചായത്തിൽ പറയാം. എന്താ നിങ്ങളുടെ നിലപാട്?
പഞ്ചായത്തുകൾ പറയാൻ നിങ്ങളുടെ മുമ്പിൽ അല്ല, ഒരു നിമിഷം അഡ്വക്കേറ്റ്, ഒരു നിമിഷം ശ്രീ ആനന്ദലോട്ടം ലിസ്റ്റ് വായിക്കുന്നതിന് മുമ്പ് ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്ന് ശ്രീ സജീവനിലേക്ക് പോയത് ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് PDP വെൽഫെയർ പാർട്ടി, BJP തുടങ്ങിയ കക്ഷികളുമായിട്ട് പിൻബലത്തിൽ കോൺഗ്രസ് ഭരണം നടത്തുന്ന പഞ്ചായത്തുകളുടെ പേര് പറയണോ? പറയണം. ഞാൻ കുറച്ച് കഴിഞ്ഞ് താങ്കളിലേക്ക് വരാം. പറയണം, ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു നിമിഷം താങ്കളിലേക്ക് വരാം ശ്രീ ആനന്ദലോട്ടം. ഞാൻ താങ്കളിലേക്ക് വരാം. ഗ്രാമപഞ്ചായത്ത്, വെളുപ്പിൽ ഗ്രാമപഞ്ചായത്ത്. അല്ല ശ്രീ ആനന്ദലോട്ടം, ഞാൻ വരാം താങ്കളിലേക്ക്. പേര് വായിക്കല്ലേ, ഞാൻ വരാം. ശ്രീ എ സജീവൻ ഗ്രാമപഞ്ചായത്ത്, തെക്കോടി ഗ്രാമപഞ്ചായത്ത്. ശ്രീ എ സജീവൻ, ഇവിടെ ഈ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം, നമ്മുടെ ചർച്ച ഈ 17-20 മിനിറ്റ് ആയപ്പോഴേക്ക് ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ ശ്രീ എ സജീവൻ. അതായത് പലയിടങ്ങളിലും UDFന്റെ വോട്ട് പോലും വേണ്ട. UDF ഒരു മതേതര സംഘമായിട്ടാണല്ലോ അവർ CPM-ഉം ഇടതുപക്ഷവും ഒക്കെ തന്നെയും കാണുന്നത്. UDFന്റെ വോട്ട് പോലും വേണ്ടെന്ന് വെച്ച് പക്ഷേ BJPക്ക് അധികാരത്തിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ടായി. അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും CPM ഇടതുപക്ഷം പ്രയാസപ്പെടുമോ ശ്രീ എ സജീവൻ? ഇല്ല, ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതുമായി അതിന്റെ അധികാരത്തിലേക്കുള്ള വരവും മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ടാണ് LDF ഇവിടെ പല സ്ഥലങ്ങളിൽ, അവണിശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ തരത്തില് UDFന്റെ വോട്ട് വാങ്ങാതിരുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ കൃത്യമായ കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. അവർ കാണുന്നത് തൊട്ടടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDFകാർ, ഈ അനിൽ ബോസ് ഉൾപ്പെടെ എത്രയോ തവണ ഞാൻ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ പങ്കെടുക്കുന്ന ചർച്ചകളിലുള്ളതാണ്. നിങ്ങൾ SDPI-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇന്ന സ്ഥലങ്ങൾ ഭരിക്കുന്നില്ലേ, നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര സ്ഥലങ്ങൾ ഭരിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ട് സ്ഥിരമായിട്ട് UDF നേതാക്കന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങളുടെ സഹായമില്ലെങ്കിൽ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം ബാക്കി വെക്കുന്നത് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് LDFന്റെ നിലപാടെടുത്തത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് UDF-ഉം LDF-ഉം തമ്മിൽ സഖ്യമുണ്ടാക്കിയാൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അവിടെയാണ് BJP ഇനി നേട്ടം കൊയ്യാൻ പോകുന്നത്. BJP ഇപ്പോഴും നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോലും സഖ്യമുണ്ട്. UDF LDF സഖ്യമാണ്, BJP വരാതിരിക്കാൻ ഒത്തുകളിയാണെന്ന് പറയുന്നുണ്ട്. കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും അവർ പറയുന്നതാ ഒരേ തുകൽ പക്ഷികളാണല്ലോ ഞങ്ങൾക്കെതിരെ എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അവർക്ക് ഇവിടെ കേരളത്തിൽ പോലും ഇത്രയും അധികം ശക്തി അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം LDF-ഉം UDF-ഉം അവരുടെ അടിത്തറ വർദ്ധിപ്പിക്കുന്നതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ഈ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോയത് കൊണ്ടാണ്. അത് LDF-ന്റെ കാര്യത്തിലാണെങ്കിലും UDF-ന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ SDP ആയിട്ട് രഹസ്യ ബന്ധം LDF-ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നേരത്തെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു കാര്യം അറിയാം. പക്ഷെ അങ്ങ് ഇനി പരസ്യമായിട്ട് അതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ SDP-യുടെ വോട്ട് ഒരു വോട്ട് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം, ഞങ്ങള് അവരോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലും അതിന് നേട്ടം കൊയ്യാൻ പോകുന്ന BJP-യാണ്. ഇപ്പൊ BJP ഒരു സ്ഥലത്ത് അധികാരത്തിൽ വരുന്നുള്ളല്ലേ, UDF-ന്റെ വോട്ടോട് കൂടിയിട്ട് അവരത് പിന്നെ LDF ഭരിക്കുകയെന്ന് പറഞ്ഞാലും LDF-ന്റെ വോട്ടോട് കൂടി UDF ഭരിക്കുകയെന്ന് പറഞ്ഞാലും അങ്ങനെ നമ്മൾ സഹകരണത്തിലേക്ക് പോകണമെന്നിപ്പോ അനിൽ ബോസ് പറഞ്ഞില്ല. അതുപോലും മതി, ഈ ഓഡിയോ പോലും മതി BJP-ക്ക് ഇവിടെ പച്ച പിടിക്കാൻ വളരെയധികം സഹായം ചെയ്യുന്ന കാര്യമായിട്ട് മാറാൻ. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ വേണ്ടത് രണ്ട് പാർട്ടികളും രണ്ട് മുന്നണികളും ചെയ്യേണ്ടത് അവരുടെ മാസ് ബേസ് വർദ്ധിപ്പിക്കുകയാണ്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ ജനങ്ങളുടെ പിന്തുണ നേടി. ചിലപ്പോ ഈ അനിൽ ബോസ് പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF-ന് ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ സഹകരണത്തോട് കൂടിയിട്ട്. അങ്ങനെയാണോ? വോട്ടർമാരെ മാറ്റി ചെയ്തിട്ടുണ്ട്. കാരണം BJP അവിടെ എന്ത് ചെയ്യണമെന്ന് വോട്ടർമാർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ UDF-ന്റെ സഹകരണമല്ല, അങ്ങനെ ആവാൻ പാടില്ല. ഇവിടെ കേരളത്തിൽ അങ്ങനെ UDF-ഉം LDF-ഉം പരസ്പരം സഹായ സഹകരണം നടത്തുകയാണെങ്കിൽ അത് BJP-യെ പച്ച പിടിപ്പിക്കുന്ന കാര്യം ഉറപ്പാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് തന്നെ വന്നുകൊള്ളാം. ഇവിടെ ഈ പറയുന്ന സംഗതി രാഷ്ട്രീയം അറിയാത്തയാളല്ല അഡ്വക്കേറ്റ് അനിൽ ബോസ് എന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ. പക്ഷേ നമുക്ക് ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെയുണ്ട് ശ്രീ ആനന്ദലോട്ടം മാനന്ദൻ നമ്മുടെ മുന്നിൽ. അതായത് റാന്നിയിൽ ഇതുവരെയും ആ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കണം. ഇടതുപക്ഷത്തിന്റെ ജനാധിപത്യ മുന്നണിയുടെ
പ്രസിഡന്റാണ്. അവർക്ക് BJP-യുടെ 2 വോട്ട് കൂടെ കിട്ടിയത് കൊണ്ടാണ് അവർ പ്രസിഡന്റായത്. പക്ഷേ ഇതുവരെ താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള രാജി, ധാർമ്മിക നിലപാട് അവിടെ നിന്ന് വന്നിട്ടില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ശ്രീ A. സജീവൻ എന്നിവർ തുടരുന്നുണ്ട്. കേരള കോൺഗ്രസ് എം നേതാവ് ശ്രീ സ്റ്റീഫൻ ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സ്റ്റീഫൻ ജോർജ്, എന്തുകൊണ്ടാണ് റാന്നിയിൽ അധികാരം വിട്ടൊഴിയാത്തത്? അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അവർക്കൊരു ധാർമ്മിക നിലപാടുണ്ട്. BJP-യുടെയും UDF-ന്റെയും SDPയുടെയും അതുപോലുള്ള രാഷ്ട്രീയ എതിരാളികളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചതെങ്കിൽ അപ്പോൾ തന്നെ രാജിവെക്കണമെന്ന്. എന്തുകൊണ്ടാണ് റാന്നിയിൽ അത് ഉണ്ടാകാത്തത്? അല്ല, റാന്നിയില് ഇപ്പോ ഉണ്ടായിട്ടുള്ളത് പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് നമ്മൾ യോജിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് കേരള കോൺഗ്രസും ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ്. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നയം കാണും. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഞങ്ങളുടെ തീരുമാനം. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു, പിന്നെ ഇന്ന് പ്രസിഡന്റ് ആയില്ലേ ഉള്ളൂ. ഇനിയിപ്പോ അത് താമസമില്ലാതെ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനം അനുസരിച്ച് അവിടെ നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം സംശയമില്ല. അതാണ് റാന്നിയെ സംബന്ധിച്ച്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ കഴിഞ്ഞ പഞ്ചായത്ത് വർഷം കഴിഞ്ഞപ്പോൾ എന്തൊരു ഭൂകമ്പായിരുന്നു. ജോസഫ് ഗ്രൂപ്പിൽ അവിടെ കിട്ടിയെന്ന് പറയും. എന്താണ് സ്ഥിതി ഇപ്പൊ കേരളത്തിൽ കേരള കോൺഗ്രസിന് എത്ര പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, എത്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുണ്ട്? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. വലിയ ചർച്ചയായിരുന്നല്ലോ കേരള കോൺഗ്രസിന് പോകുന്നതുകൊണ്ട് രാഷ്ട്രീയ മാറ്റമൊന്നുമില്ലെന്ന്. കോട്ടയം ജില്ലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 71 ഗ്രാമപഞ്ചായത്തിൽ 49 ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം UDF-നായിരുന്നു. ഇപ്പോൾ 51 ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിൽ LDF-നാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്ന 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10 UDF ആയിരുന്നു. ഇത്തവണ 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10 LDF ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് കേരള കോൺഗ്രസിന്റെ മാറ്റം കൊണ്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സൂചനയായിട്ട് തന്നെ ഞാനിതിനെ കാണുകയാണ്. ശരി, നിശ്ചയമായിട്ടും താങ്കൾ ആ പറയുന്ന അഭിപ്രായത്തെ അങ്ങനെ തന്നെ മുഖവിലേക്ക് വലുതായിട്ട് തന്നെ എടുക്കാം. വലിയ നേട്ടമുണ്ടായിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്, ജോസ് കെ മാണി പക്ഷത്തിന്. പക്ഷേ ശ്രീ സ്റ്റീഫൻ ജോർജ്, അവിടെ ഈ നയം എന്നത്, ഇടതുപക്ഷത്തിന്റെ നയം എന്നത് നേരത്തെ അറിയാവുന്നതാണല്ലോ. നയനിലപാടുകൾ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയനിലപാടുകൾ മനസ്സിലാക്കി അതുകൂടെ കണക്കിലെടുത്താണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ചു, വലിയ നേട്ടമുണ്ടായി താങ്കൾ ഈ പറയുന്നത് പോലെ. അപ്പോൾ അവരുടെ ആളുകൾ UDF-ന്റെ വോട്ട് പോലും കിട്ടിയപ്പോൾ അടുത്ത നിമിഷം രാജിക്കത്തെഴുതിയും കൊടുക്കുകയാണ്. നിങ്ങളുടെ ആൾ ഈ നേരമായിട്ട് പോലും റാന്നിയിൽ BJP-യുടെ വോട്ട് കിട്ടിയിട്ട് അധികാരത്തിൽ വന്നിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ നയനിലപാടുകൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ആളുകളാൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് അത് ഈ നേരമായിട്ടും നടക്കാത്തത്? അല്ല, ഈ നേരം എന്ന് പറഞ്ഞാൽ ഇന്നല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നു. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊരു നയമുണ്ട്. ആ നയം അനുസരിച്ച് അവിടെ നടന്നിരിക്കും, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കും. ഞങ്ങൾ നിർദ്ദേശം കൊടുത്ത് രാജിവെച്ചില്ലെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കും. അത് രാഷ്ട്രീയമായ നിലപാടെടുക്കും. അതിന് സംശയമൊന്നുമില്ല. അതിപ്പോ ഇന്നിപ്പോ എന്ന് പറയുന്ന അർത്ഥമില്ല. ഇന്നാണല്ലോ റിസൾട്ട് എല്ലാം വന്നിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ഇലക്ഷനൊക്കെ ഇന്ന് ഉച്ച കഴിഞ്ഞ് നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് സംബന്ധിച്ച് ഞങ്ങൾ താമസം വിനാ തീരുമാനം എടുക്കുവാനും യാതൊരു തർക്കവുമില്ല. വ്യക്തതയുണ്ട് താങ്കൾ പറഞ്ഞാൽ. അതായത് താമസമില്ല എന്ന് രാഷ്ട്രീയമായിട്ട് നമ്മൾ അങ്ങ് പുറത്തു നോക്കുമ്പോൾ താമസമൊന്നും ഉണ്ടായിട്ടില്ല, നാളെ രാജിവെച്ചാലും മതി. പക്ഷേ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ അങ്ങ് രാജിവെച്ചതുകൊണ്ട് ഇപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടേത് വളരെ വൈകിട്ടാണ്. ശരി, അവർ രാജിവെക്കുമായിരിക്കും. ഇനി രാജിവെച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് താങ്കൾ ഔദ്യോഗികമായിട്ട് പറയുകയും ചെയ്യുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, നമുക്കതങ്ങോട്ട് മാറ്റിവെച്ചാൽ ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ട്. പലയിടങ്ങളിലും അവിശുദ്ധമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കുമുണ്ട്. എന്നിട്ടാണ് ഈ ധാർമ്മികതാ വർത്തമാനം പറയുന്നത്. ഈ BJP-യെ വിജയിപ്പിക്കാതിരിക്കണമെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരേണ്ടിയിരുന്നില്ലേ, ഞങ്ങളുടെ വോട്ട് കൂടെ വാങ്ങേണ്ടിയിരുന്നില്ലേ, ഒന്നിച്ചങ്ങ് പോവുകയല്ലേ വേണ്ടത് എന്ന ചോദ്യം അദ്ദേഹം ആവർത്തിക്കുന്നത് കേട്ടുവല്ലോ. അല്ല, ഞാനതിന് മറുപടി പറഞ്ഞല്ലോ. ഇവിടെ അനിൽ ബോസ് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. KPCC നേതാക്കന്മാരുടെ ഒരാളാണ് അനിൽ ബോസ്. അദ്ദേഹത്തിന് അറിയാമായല്ലോ എന്ത് നയത്തിൻ്റെ നിലപാടിൻ്റെ ഫലമായിട്ടാണ് ഇവരെങ്ങനെ തോറ്റതെന്നും ഞങ്ങൾ ജയിച്ചതെന്നും ഇനിയും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണ്ടേ. നിങ്ങളുടെ കൺവീനർ, UDF കൺവീനർ ഹസനല്ലേ പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കാം, പരസ്യമായി പറയും. ഇപ്പം നിങ്ങൾ ഹസനെ ഇനി അവിടെ ഇരുത്തുമോ? അത് നിങ്ങളുടേതായി നിങ്ങൾ തന്നെ ചർച്ച ചെയ്തൊരു ആപത്താണെന്ന് തോന്നിയിട്ടില്ല. അനിൽ ബോസിന് എന്താ അത് പറയാനൊരു മടി? നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാലേ MM ഹസനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണം. അവരുടെ ആ പറച്ചിൽ ശരിയായില്ല. നിങ്ങൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു ദേശീയ നേതൃത്വം ഉണ്ടല്ലോ. ആ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് കേരളത്തിലെ കോൺഗ്രസിനില്ല. ആ കോൺഗ്രസിനില്ലാത്ത നിങ്ങൾ BJP-ക്ക് അനുകൂലമായ ഒരു നിലപാട്, മാർക്സിസ്റ്റ് വിരുദ്ധ നിലപാടാണ് എടുക്കുന്നത്. അതിന് പാഴൂർ പഠിക്കൽ പോയി കബഡി വാരി നിർത്തണോ? ആ നിലപാടാണോ അല്ലേ എന്നുള്ളതിനെക്കുറിച്ച്
നാട്ടുകാർക്കെല്ലാം കണ്ണു തുറന്ന് കാണാൻ കഴിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് കോൺഗ്രസും BJPയും കേരളത്തിൽ. അവിടെ നിങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റേയാളെ എതിർക്കുക, മറ്റവരെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളെ എതിർക്കുക ചെയ്യുന്നതല്ല. രണ്ടിനെയും എതിർക്കണം. നിങ്ങളുടെ നയത്തെ എതിർക്കണം. വ്യക്തിപരമായ എതിർപ്പെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളുടെ നിലപാടിനെ എതിർക്കണം. നിങ്ങൾക്ക് ഇതേപോലുള്ള ആൾക്കാരെ കൂട്ടുപിടിക്കുന്നതിന് ഒരു വിരോധമില്ല. CPMനെ തോൽപ്പിച്ചാൽ മതി. ഞങ്ങളതിനകത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. ഇവിടെ സനീഷ് പറഞ്ഞു, ഇപ്പോൾ എന്തായാലും എൻ്റെ സുഹൃത്താണ് സ്റ്റീഫൻ. ആ സ്റ്റീഫൻ വന്ന് കേരള കോൺഗ്രസിൻ്റെ നിലപാട് പറയുള്ളൂ. നിങ്ങൾ ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിനിടയിൽ രാജിവെച്ചില്ലെങ്കിൽ എന്തോ വലിയ അപരാധം. അങ്ങനെയൊക്കെ കാണാമോ ഇക്കാര്യത്തിൽ? അവരുടെ നിലപാട് പറഞ്ഞല്ലോ. ഒരു CPMനെ പോലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നൊരു പാർട്ടിയല്ല. ഞങ്ങൾക്ക് തീരുമാനിച്ചാൽ അന്നേരം ഇല്ലെങ്കിൽ പിറ്റേന്ന് ആ പാർട്ടിയിൽ ആളുണ്ടാവില്ല. ആ തരത്തിലൊരു നിലപാടിലേക്ക് വന്ന ഒരു പാർട്ടിയല്ല. കോൺഗ്രസിൻ്റെ കൂടെ ഇത്രയും കാലം 19 വർഷം നിന്ന് ആ അനുഭവ സമ്പത്തും പാരമ്പര്യവും ഒക്കെ ഉള്ളവർക്ക് തീരുമാനമെടുക്കാൻ ചിലപ്പോൾ ഒരു 5-6 മണിക്കൂറോ ഒരു ദിവസമോ 2 ദിവസമോ വേണ്ടി വന്നെന്ന് വരാം. അതാണ് നിങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നത്. ഞങ്ങൾ നിലപാട് അസന്നിഗ്ധമായി പറഞ്ഞല്ലോ. പാർട്ടിയുടെ നിലപാട് പറഞ്ഞു, LDFൻ്റെ നിലപാട് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അതിൽപ്പെടുന്ന കക്ഷികളൊക്കെ ആ നിലപാടനുസരിച്ച് നിൽക്കാൻ അവർ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നിലപാട് നമ്മൾ സ്വീകരിച്ച്. നിലപാടിന് മാറ്റം വരുത്താതെ കോൺഗ്രസിനെ ആളെ മാറ്റിയതുകൊണ്ട് രക്ഷപ്പെടുമെന്നാണ് അനിൽ ബോസും കൂട്ടരും കരുതുന്നത്. പക്ഷെ നിങ്ങളുടെ പാർട്ടി അങ്ങനെ കരുതുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ ഇക്കാര്യത്തിൽ അബദ്ധം പറ്റും. ഈ നിലപാടുകൾ ഗുണം ചെയ്യില്ല, രാജ്യത്തിന് ഗുണം ചെയ്യില്ല. കോൺഗ്രസിന്റെ മതേതരത്വം കുഴിച്ചുമുടലാണ്. കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അനിൽ ബോസ്. അതായത് ഈ നിലപാട് ഉണ്ടായിരിക്കുക എന്നത് മാത്രമല്ല, അത് ആവശ്യം വരുന്ന സമയത്തെടുത്ത് പ്രയോഗിക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ്. പരസ്യപ്പെടുത്തുക എന്നതും പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ SDPI പോലുള്ള സംവിധാനങ്ങളുമായിട്ട് നേരത്തെ ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകണം CPMഉം ഇടതുപക്ഷവും എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ ഒരു പ്രധാനപ്പെട്ട നിർണായക സന്ദർഭത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്കകത്താണെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് അധികാരം കിട്ടിയിട്ട് ഞങ്ങൾ ഒഴിയുകയാണ് എന്ന് തുറന്നങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ അപ്പോഴത് ചെയ്യുക എന്നതുകൂടെ രാഷ്ട്രീയം ഈ ഇമേജുകളുടെ കൂടെ കളിയാണല്ലോ. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളുടെ കൂടെ ഒരു സംഗതിയാണല്ലോ. രാഷ്ട്രീയം എന്ന് വെച്ചാൽ അതൊക്കെ ചേർന്നതാണല്ലോ. അപ്പോൾ ആ നിലക്കങ്ങ് ചെയ്യുകയാണ് അവർ ചെയ്തത്. എന്ന് വെച്ചാൽ ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ വന്ന ഈ സംസ്കാരം അത്രക്ക് അങ്ങോട്ട് പരിചയമായിട്ടില്ലാത്ത കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോട് പോലും നിങ്ങൾ മാറി നിൽക്കണം എന്നവർ പറയുന്നുണ്ട്. അവർ ആ തീരുമാനമെടുത്തിട്ടുണ്ട്. വൈകാതെ ഉണ്ടാകും, അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് സ്റ്റീഫൻ ജോർജ് പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ആ നിലയല്ല സ്വീകരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുകയാണ് ശ്രീ ആനന്ദവട്ടമാനന്ദൻ. നിറയെ ഉദാഹരണങ്ങളുമുണ്ട് അദ്ദേഹത്തിന്റെ കൈവശം. അല്ല, ഞാന് ആദ്യം ശ്രീ A. സജീവൻ പറഞ്ഞതിൽ എനിക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ UDF വോട്ട് ചെയ്തു. ഞാൻ UDF വോട്ട് ചെയ്തു എന്നല്ല പറഞ്ഞു. UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു വർഗത്തിന്റെ വലിയൊരു ഭാഗം വോട്ടിന്റെ ഷിഫ്റ്റിംഗ് BJPക്കെതിരായി LDFിലേക്ക് ഉണ്ടായി എന്ന് ഞാൻ തുറന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അത് സത്യമാണ്. അതോടൊപ്പം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. ആനത്തലവട്ടം ആനന്ദൻ ഉത്തരവാദിത്തപൂർവ്വം മറുപടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ 3 തെരഞ്ഞെടുപ്പുകളിലായി ശശി തരൂർ അദ്ദേഹത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് 1 ലക്ഷം വോട്ടിന് മേളിൽ ജയിച്ചു. 3ാമത്തെ തെരഞ്ഞെടുപ്പ് അതേ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇടയ്ക്ക് അദ്ദേഹം ജയിക്കുമോ എന്ന ആശങ്കയുള്ള സമയമുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ സ്ഥിതി എന്താണ്? ഇടതുപക്ഷത്തിന്റെ ആളുകൾ ആർക്കാ വോട്ട് ചെയ്യുന്നത്? നിങ്ങൾ പറ. നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് ഈ ചർച്ചയിൽ പറയാൻ കഴിയുമോ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ശശി തരൂർ വോട്ട് ചെയ്തില്ല എന്ന്? നിങ്ങളെല്ലാം കോൺഗ്രസ് ആയതുകൊണ്ടാണോ നിങ്ങളുടെ ആളുകൾ ശശി തരൂർ വോട്ട് ചെയ്തത്? നിങ്ങൾ അവിടെ BJP എന്ന് പറയുന്ന ഒരു ശക്തിക്കെതിരായ അല്ലെങ്കിൽ രാജഗോപാലോ കുമ്മനോ വരാതിരിക്കാനല്ലേ നിങ്ങൾ വലിയൊരു ഭാഗം ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്? അത് കേരളത്തിലെ ആളുകളുടെ മുന്നിൽ പരസ്യമായി അംഗീകരിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ശ്രീ ആനത്തലോട്ട് ആനന്ദൻ, അങ്ങനെയുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുക, എന്താണ് അങ്ങേക്ക് ബുദ്ധിമുട്ട്? നമ്മൾ കേട്ടിരിക്കുന്ന ആളുകളെ പൊട്ടന്മാരാക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ സത്യസന്ധമായി. പിന്നെ നിലപാട്, CPMന്റെ നിലപാട്, അഴിമതിക്കെതിരെ അവർ കേസ് നടത്തി. R. ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരാളെ മാത്രമാണ് അഴിമതിയുടെ പേരിൽ ശിക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് അവരുടെ ഒരു നിലപാട്. അച്യുതാനന്ദന് കുറിച്ച് KB ഗണേഷ് കുമാറിന്റെ പരാമർശം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനത് ആവർത്തിക്കുന്നു. പല കാര്യങ്ങളായി അല്ല, ഞാൻ പറയട്ടെ, അതിൽ ഉള്ള നിലപാടെന്താ? ബാർക്കോഴ വിഷയത്തിൽ അഴിമതിക്കാരനാണ് നോട്ടെണ്ണൽ മിഷൻ ഉണ്ട് എന്ന് പറഞ്ഞ ജോസ് കെ മാണിയെ എടുത്തപ്പോൾ ഇവരുടെ നിലപാട് എന്താ? നമ്മൾ രാഷ്ട്രീയമായിട്ട് ഒരുപാട് വിഷയങ്ങൾ പറയല്ലേ, ഉത്തരം പറയാൻ ഞാൻ അത്ര സമയം കൊടുക്കേണ്ടതായി വരും. ഈ വോട്ട് ബന്ധപ്പെട്ട് പ്രാദേശിക ഭരണകൂടങ്ങളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞാൻ വരാൻ താങ്കളിലേക്ക്. ശ്രീ ആനന്ദവട്ടമാനന്ദൻ പല ഉദാഹരണങ്ങൾ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, അതായത് നിങ്ങൾ ഈ ധാർമ്മികതാ നിലപാട് എന്നൊക്കെ പറയും, പക്ഷെ അത് നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ആ നിലപാട് ഇങ്ങോട്ടേക്ക് വരിക. ഇപ്പോൾ ഈ ധാർമ്മികതാ നിലപാടെന്ന് പൊതുവിൽ സമ്മതിച്ചു തരാവുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഈ ഉടനടി രാജിയൊക്കെ ഉണ്ടാകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2-3 മാസത്തിനപ്പുറം നിൽക്കുന്നത് കൊണ്ടാണ് എന്നും കൂടെ ജനം വിചാരിക്കുന്നുണ്ടാകും. ശ്രീ ആനന്ദവട്ടമാനന്ദൻ,
ഇപ്പോൾ ഈ നിലപാട് ശരിയായതുകൊണ്ടാണല്ലോ ഈ നിലപാടിനൊരു അംഗീകാരം കിട്ടിയത്, അംഗീകാരം വിജയവും കിട്ടിയത്. ആ നിലപാട് ഞങ്ങൾ പുറകോട്ട് പോകണമെന്നാണോ അനീഷ് പറയുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ജനങ്ങൾ അംഗീകരിച്ച ഒരു നിലപാടുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. അതിലെന്താണ് അത്ഭുതകരമായ കാര്യം? ഞങ്ങൾ ജനങ്ങൾ അംഗീകരിച്ച നിലപാടാണ്. ഇവിടെ അനിൽ ബോസ് പറയുന്നത്, അനിൽ ബോസ് ഈ വിഷയം വിട്ടിട്ട് ഉടനെ തന്നെ പറയുകയാണ് ബാലകൃഷ്ണപിള്ള നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോഴാണ് ഈ അഴിമതിയൊക്കെ ഉണ്ടായത്, മാണി നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോഴാണ് ഈ അഴിമതിയൊക്കെ നടത്തിയത്, ഞങ്ങളുടെ മുന്നണിയിൽ വന്നിട്ടല്ലേ ഇതെല്ലാം അഴിമതി നടത്തിയെന്ന് പറയുന്നത്. ഈ 5-6 നിങ്ങൾക്കുള്ളൊരു ദോഷം ഇതാണ്. നമ്മുടെ സുഹൃത്താണ്, അത് വേറെ കാര്യം. അല്ല, നിങ്ങൾക്കുള്ളൊരു ദോഷം ഇതാണ്. ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനിൽ ബോസ് ഉടനെ പോയിരിക്കുന്നു പഴകി തുരുമ്പിച്ച ജനങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് ചവച്ചു തുപ്പിയ അതൊക്കെ കളഞ്ഞിട്ട് ഇടതുപക്ഷ മുന്നണിയെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ആക്ഷേപങ്ങളാണ് നിങ്ങളെ ഈ മാധ്യമങ്ങളൊക്കെ സഹായിച്ചല്ലോ. ആ മാധ്യമങ്ങളൊക്കെ സഹായിച്ചിട്ട് അവരെയും നിങ്ങളെ കുഴപ്പത്തിലാക്കി, അവരുടെ ക്രെഡിബിലിറ്റിയും ഇല്ലാതാക്കി. നിങ്ങൾ പറഞ്ഞതിനെയൊക്കെ ഏറ്റവും ഈ മാധ്യമങ്ങളും പറഞ്ഞു. ആ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റിയും ഇല്ലാതായി. പണ്ട് പത്രം വായിച്ചാൽ പത്രത്തിൽ വന്നു അത് ശരിയായിരിക്കുമെന്ന് ജനങ്ങൾക്കൊരു സാധാരണ ബോധമുണ്ടായിരുന്നു. ടെലിവിഷൻ റേഡിയോയിൽ വന്നു, റേഡിയോയിൽ വരുന്നതെല്ലാം ശരിയാണെന്നൊരു സാമാന്യ ബോധമുണ്ടായിരുന്നു. ആ ജനങ്ങളുടെ വിശ്വാസ്യത ടെലിവിഷനെ കുറിച്ചായാലും റേഡിയോയെ കുറിച്ചായാലും പത്രങ്ങളെ കുറിച്ചായാലും ഉള്ള ജനങ്ങളുടെ വിശ്വാസ്യതയും കൂടി നിങ്ങൾ കളഞ്ഞു കുടിച്ചു. ഞങ്ങളുടെ വിശ്വാസം അവർക്ക് വിശ്വസിക്കാത്ത വാർത്തയെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സജീവൻ, നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് പോകാം. ശ്രീ സജീവൻ, ഇത് പൊതുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം എന്നത് ലക്ഷ്യമിട്ടുള്ള നിലപാടാണ് ഇടതുപക്ഷം നല്ല ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ നേരത്തെ സ്റ്റീഫൻ ജോർജിനെ കേട്ടു. അവർക്ക് പോലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഒന്നിച്ചു നിന്ന് ജയിച്ചങ്ങ് പോവുക എന്നതിന് വേണ്ടി എന്ത് നിലപാട് സ്വീകരിക്കാനും എല്ലാവരും തയ്യാറാണ്. അത് ഈ ധാർമ്മിക നിലപാടായിട്ട് പുറത്തു വരികയാണ്. ശ്രീ സജീവൻ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണപരമായിട്ട് ഇവർക്ക് ഭവിക്കാവുന്ന നിലപാടുകൾ, സംഗതികൾ തന്നെയാണോ ഇവക്ക് കൂടെ വോട്ട് കിട്ടുമോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട്? തീർച്ചയായിട്ടും കിട്ടും, അതിൽ സംശയമില്ല. കാരണം ഇതില് ജനങ്ങൾ ഇനിയിപ്പോ എന്തെങ്കിലും അത്ഭുതം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാവേണ്ടുള്ളൂ. ഒരു കാര്യമുള്ളത്, നേരത്തെ അനിൽ ബോസിന്റെ ഒരു വിലയിരുത്തൽ തെറ്റായിട്ടുള്ളതാണ്. കാരണം ഇവിടെ കേരളത്തിലുള്ള എല്ലാ വോട്ടർമാരും, ഇപ്പൊ ഞാനും സനീഷും ഉൾപ്പെടെയുള്ള വോട്ടർമാരെല്ലാവരും ഓരോ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെ വോട്ടർമാരാണ് എന്നുള്ള ധാരണയിലാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. തികച്ചും തെറ്റാണത്. ഒരു 5 മുതൽ 12% വരെയുള്ള വോട്ടർമാർക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചായവും ഇല്ല. അവരാണ് ഓരോ ഘട്ടത്തിലെയും ഓരോ അവസരത്തിലെയും രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് അവരുടെ തോന്നലനുസരിച്ച് വോട്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഇടതുപക്ഷത്തിനായിരിക്കും, ചിലപ്പോൾ UDF-നായിരിക്കും. ഇത് കണ്ടുകൊണ്ടാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് ശശി തരൂരിന് നിങ്ങളുടെ വോട്ട് പോയില്ലേ, നിങ്ങളുടെ വോട്ടർമാർ വോട്ട് ചെയ്തില്ലേ എന്ന് അനിൽ ബോസ് ചോദിക്കുമ്പോൾ ഈ പറയുന്ന ശശി തരൂർ ജയിക്കാൻ കാരണമായിട്ടുള്ള വോട്ടർമാർ മുഴുവൻ LDF-കാരാണെന്നുള്ള തെറ്റായ ഒരു വിശ്വാസം വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് വിശ്വാസം ഒക്കെ ശരിയായ വിശ്വാസം ഉണ്ടായിരിക്കും, പക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ പോലും അങ്ങനെ കണക്കാക്കരുത്. വോട്ടർമാരിൽ നല്ലൊരു ശതമാനം ആളുകൾ, 10-12% ഉറപ്പ് ആളുകളും ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തി അപ്പോഴത്തെ ഒരു കാരണങ്ങളെ കുറിച്ചൊക്കെ വിലയിരുത്തിയാണ് വോട്ട് ചെയ്യുക. ആ സമയത്ത് BJP-യെ ഒഴിവാക്കണമെന്ന് ഉള്ള ധാരണയോടുകൂടി തന്നെയാണ് ശശി തരൂരിന് വോട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോഴത്തെ പല സ്ഥാനാർത്ഥികൾ നോക്കി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJP വരും എന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നപ്പോഴാണ് അത്ഭുതകരമായ രൂപത്തിൽ അവിടെ ഈ രീതിയിൽ റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അത് നമ്മൾ കാണേണ്ടതാണ്. അപ്പൊ ഇപ്പോഴും ചെയ്യേണ്ടത് ഈ ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും അതിനെ മാറ്റി നിർത്തുന്നു എന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ LDF-ന് മേൽക്കൈയുണ്ട്. നിങ്ങൾ എപ്പോഴും വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനം പറഞ്ഞിട്ടില്ല. തോറ്റതിന് ശേഷവും അക്കാര്യത്തിൽ എന്താണ് നിലപാട് എന്നുള്ളത് ഈ നിങ്ങളുടെ കഴിഞ്ഞ മീറ്റിംഗ് KPCC-യുടെ മീറ്റിംഗ് കഴിഞ്ഞില്ലേ, അപ്പോൾ പോലും അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശരി, അപ്പൊ ഇതിൽ തീരുമാനമെടുക്കുക. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നിലപാടോടുകൂടി പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയാവസ്ഥയെ അട്ടിമറിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി.
ശരി, വളരെ നന്ദി. അഡ്വക്കേറ്റ് അനിൽ ബോസ്, താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ആത്യന്തികമായിട്ട് ഈ പറയുന്ന ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഇവർ അഭിനയിക്കുകയാണോ അവസരവാദപരമാണോ എന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അവർക്ക് നേട്ടമുണ്ടാവുകയല്ലേ ചെയ്യുക നിയമസഭാ തെരഞ്ഞെടുപ്പിലും? രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, എ സജീവൻ എന്ന് പറയുന്ന എന്റെ ബഹുമാന്യ ജ്യേഷ്ഠ സുഹൃത്തിനോട് ഞാൻ വിയോജിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷം ഏത് സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് ശ്രീ ബെനറ്റ് മത്സരിച്ചപ്പോൾ 3-ാം സ്ഥാനത്ത് പോയത്? LDF അവിടെ അടിത്തറയില്ലേ? അങ്ങനെയാണോ സജീവൻ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അത് മാത്രമാണ് ആ കാര്യത്തിൽ ചോദിക്കുകയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പരിശോധിച്ചോട്ടെ. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ പറഞ്ഞാൽ ശരി എന്നുള്ള കാര്യത്തിൽ. ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ മാധ്യമങ്ങൾക്ക്, പത്രക്കാർക്ക്, രാഷ്ട്രീയക്കാർക്ക്, പ്രതിപക്ഷത്തിന് യാതൊരു വിശ്വാസ്യതയും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ആനത്തലോട്ടോ ആനന്ദൻ എന്ന് പറയുന്ന, ഞാൻ എല്ലാ ചർച്ചയിലും ബഹുമാനത്തോടു കൂടി മാത്രം നോക്കിക്കാണുന്ന CPM പ്രതിനിധി, അദ്ദേഹത്തോട് ചോദിക്കുന്നു, അങ്ങയുടെ പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ ആ പദവിയിലുണ്ടോ? അങ്ങയുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ജാമ്യം കിട്ടിയിട്ടുണ്ടോ? അങ്ങയുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശിവശങ്കരൻ ജാമ്യത്തിലാണോ? അങ്ങേക്കിടെ ലൈഫ് പദ്ധതിക്കെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ പോട്ടെ, കേരള വിജിലൻസ് എടുത്തിട്ടുള്ള കേസുകൾ അവസാനിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ തടി ഊരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലപാടുകളിലോ അഭിപ്രായങ്ങളിലോ യാതൊരു മാറ്റവുമില്ല. ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ പ്രാദേശികമായിട്ടുള്ള സാമൂഹിക സാമുദായിക സ്ഥാനാർത്ഥിയുടെ കുടുംബ ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടും. പിന്നെ ഞാൻ തുറന്ന് അംഗീകരിക്കുന്നു, CPM-ന്റെ ഇടതുപക്ഷ മുന്നണിയുടെ സംഘടനാ മിശ്രതയൊന്നും ഞാൻ ചെറുതായി കാണുന്ന ആളല്ല. ഞങ്ങളുടെ സംഘടനയിൽ വന്നിട്ടുള്ള പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പല അസംബ്ലി മണ്ഡലങ്ങളിലെയും കണക്ക് നിങ്ങൾ എടുത്തു നോക്കൂ. അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ റിബലുകൾ പിടിച്ച വോട്ടുകൾ കണക്കാക്കിയാൽ ഈ 5.5 ലക്ഷം കവിയാനുള്ള വോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം തുറന്ന ജനാധിപത്യ പ്രക്രിയയിൽ പോകുന്ന പാർട്ടിയാണ്. കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾ പാർട്ടി നേതാക്കളും വ്യക്തമാണ്. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം, എന്റെ സമയം കഴിഞ്ഞു. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, അതാ സതീഷിന്റെ ഒരു സ്നേഹമാണ് ആനന്ദത്തിലോട്ട് ആനന്ദനോട്. എന്ന് മാത്രമല്ല, താങ്കൾ അദ്ദേഹത്തോട് കുറെ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തിയില്ലെങ്കിൽ പുണർകാറ്റ് വന്നു എന്ന് ശ്രീ ആനന്ദവട്ടമാനന്ദൻ പറയൂ. ഞങ്ങളതിലൊന്നും അഹങ്കരിക്കുന്നവരല്ല കേട്ടോ. കുറെ തെരഞ്ഞെടുപ്പ് കണ്ടതാണ്, 52 പേരുടെ തെരഞ്ഞെടുപ്പ് കണ്ടതാണ്. അതിലൊന്നും അഹങ്കാരമില്ല. പക്ഷെ താങ്കൾ പറയുന്ന കാര്യങ്ങളിൽ താങ്കൾ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തിപരമായി ഏതെങ്കിലും ഒരാൾ പിശവ് കാണിച്ചാൽ കുറ്റക്കാരൻ അയാൾ ശിക്ഷ അനുഭവിക്കുക, അല്ലാതെ ജനങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ ആണ് വോട്ട് ചെയ്തത്. ആ ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്വർണ്ണക്കടത്ത് നടത്താനോ കഞ്ചാവ് കച്ചവടം നടത്താനോ അഴിമതി നടത്താനോ നടക്കുന്നവരല്ല. അവർക്കൊരു ഗവൺമെന്റിന്റെ പ്രവർത്തനം അവർ വിലയിരുത്തും. സംസ്ഥാനത്തിന് എന്ത് ഗുണം കിട്ടി? നിങ്ങൾ ഇതെല്ലാം തന്നെ ഈ പഴകി തുരുമ്പിച്ച എല്ലാം. ശരി, വളരെ നന്ദി ശ്രീ ആനന്ദവട്ടമാനന്ദൻ. സമയം കടന്നുപോയതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ ആനന്ദവട്ടമാനന്ദൻ. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ശ്രീ എ സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, അദ്ദേഹത്തിനെതിരായിട്ട് താങ്കൾ ഒരുപാട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിലേക്ക് വീണ്ടും പോകേണ്ടതായിട്ട് വന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ ചർച്ച അവസാനിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് താങ്കൾ ചോദ്യമല്ലാതെ താങ്കളുടെ വിശദീകരണം മാത്രമായിട്ട് അത് പറഞ്ഞിട്ടങ്ങ് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തിലേക്ക് പോകേണ്ടുന്ന ധാർമ്മിക ബാധ്യത വരുമായിരുന്നില്ല എന്ന കാര്യം കൂടെ ശ്രദ്ധിക്കണം. പിന്നെ 1 മിനിറ്റ് അദ്ദേഹം എടുത്തുകൊണ്ട് പോട്ടെ. നമ്മുടെ എല്ലാം ഒരു മുതിർന്ന ഒരു നേതാവ് കൂടിയാണല്ലോ അദ്ദേഹം എന്ന് കരുതി എന്നോട് ക്ഷമിക്കുക. വളരെ നന്ദി 3 അതിഥികൾക്കും. എന്തായാലും ഇന്നത്തെ ഈ പറയുന്ന ധാർമ്മികതാ നിലപാടാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചത് എന്ന അവകാശവാദം അവർക്ക് വലിയ തോതിലുണ്ട്. പലയിടങ്ങളിലും രാഷ്ട്രീയ എതിരാളികളുടെ വോട്ട് കിട്ടിയതുകൊണ്ട് ലഭിച്ച അധികാര പദവികൾ രാജിവെക്കുകയാണ് അവരുണ്ടായത്. പക്ഷേ അതേസമയം അതുവഴിയും നേട്ടമുണ്ടായത് BJP-ക്കാണല്ലോ എന്ന രാഷ്ട്രീയ വിമർശം ആ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്, UDF-ന്റെ ഭാഗത്ത് നിന്ന്. എന്ന് മാത്രമല്ല, ഇത് അവസരവാദപരമായ നിലപാടാണ് എന്ന വിമർശം വരുന്നുമുണ്ട്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ മണിക്കൂറുകളിൽ. നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി അതിഥികൾക്ക് ഒരിക്കൽ കൂടെ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.